ഹദ്ദു ശിക്ഷ, താരിക്കി ഉപേക്ഷിക്കുന്നവനുക്കുള്ള അസ്വലാത്തി നിസ്കാരത്തിനെ, നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവനുള്ള ശിക്ഷ, നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവനുള്ള ശിക്ഷ. പറയട്ടെ. വുജൂബുസ്വലാത്തി നിസ്കാരം നിർബന്ധമാണ് എന്നത്, വുജൂബുസ്വലാത്തി നിസ്കാരം നിർബന്ധമാണ് എന്നത് മഅലൂമുൻ അറിയപ്പെട്ടതാണ്, മിനദ്ദീനി ഇസ്ലാം മതത്തിൽ അറിയപ്പെട്ട കാര്യമാണ് നിസ്കാരം നിർബന്ധമാണ് എന്നത്. ബില്ലറൂറത്തി അവിതർക്കിതമായി, ഖണ്ഡിതമായി. ഇസ്ലാം ഇപ്പോൾ ഞാൻ പറയാണ് ജാബിർ ഉനൈസ് മുസ്ലിമാണ്, ജാബിർ ഉനൈസ് ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന ഈ രണ്ട് പാർട്ട് ചേർന്നൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ലോകത്തൊരാൾക്കും തന്നെ സംശയമില്ലാത്ത, തർക്കമില്ലാത്ത, എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്നത്. അതിൽ തർക്കമല്ല. മദ്ഹബുകളിൽ അഭിപ്രായ വ്യത്യാസമല്ല, അശ്അരി മാതുരീദി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമല്ല, അതുപോലെ കാലങ്ങൾക്കനുസരിച്ച് മാറുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് ഇവർക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ല. ഒന്നും എല്ലാവർക്കും നിർബന്ധമാണ്. ഇസ്ലാമാണോ, ഇസ്ലാമിൻ്റെ ആളാണോ, അവിതർക്കിതമായി അറിയപ്പെട്ട വിഷയമാണ് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്നത്. ഫ അപ്പോൾ, എപ്പോൾ അങ്ങനെ നിർബന്ധമാണ് എന്നത് അറിയപ്പെട്ടതാണ്. അപ്പോൾ മൻ ഒരാൾ, ഫ അപ്പോൾ മൻ ഒരാൾ, ജഹദ അവൻ നിഷേധിച്ചു, ഹു നിസ്കാരം നിർബന്ധമാണ് എന്നതിനെ നിഷേധിച്ചു. നിസ്കാരം നിർബന്ധമാണ് എന്നതിനെ ഒരാൾ നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചവൻ ഫഖദ് കഫറ അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്. വഖുത്തില അവനെ കൊല ചെയ്യപ്പെടണം, അവനെ കൊല്ലണം. ആര് കൊല്ലണം? നമ്മൾ കൊല്ലണം എന്നല്ല കേട്ടോ, ഇസ്ലാമിക കോടതി കൊല്ലണം. നിസ്കരിക്കാത്തവരൊക്കെ, നിസ്കാരം നിർബന്ധമല്ല എന്ന് പറയണവരൊക്കെ ഒരു മുസ്ലിമായ ഒരാളങ്ങനെ പറയുമ്പോൾ ഓനെ കൊല്ലാതെ നിന്നാൽ ഇപ്പോൾ പിന്നെ അതിന് ഒഴിവുണ്ടാവില്ല. അപ്പോൾ കുത്തില കൊല്ലപ്പെടണം, അവൻ കൊല്ലപ്പെടണം. അതായത് ഇസ്ലാമിക മത നിയമം അനുസരിച്ച്, ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, അവരെന്ത് ചെയ്യണം? അവർ കൊല്ലണം. ആ നിയമ കോടതിയും ജഡ്ജും അതുപോലെ കാളിയും ഇവരൊക്കെ ഇടപെട്ടിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബിക്കുഫ്രിഹി അവൻ കുഫ്ർ ചെയ്ത, പ്രവർത്തിച്ച കാരണത്തിന് വേണ്ടി. മുസ്ലിമായ ഒരു മനുഷ്യൻ, മുഅ്മിനായ ഒരു വ്യക്തി, ഇത്രയും വലിയ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടി മുർത്തദ്ദാവുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്ന അതിമാരകമായ ഒരു പാതകം ചെയ്ത കാരണത്തിന് വേണ്ടി ഇസ്ലാമിക കോടതിയിൽ ജഡ്ജ് തീരുമാനമാക്കി അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അതിന് ശിക്ഷയായി അവനെ എടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ കാഫിറാണ്. ഇവിടെ വമൻ ഒരാൾ, അല്ല നിസ്കരിക്കാത്തവനല്ല, നിസ്കാരം തന്നെ നിർബന്ധമല്ല എന്ന് പറഞ്ഞ ആളുകൾ. ഇനി വമൻ ഒരാൾ, ഇനി അടുത്ത കേസ്, അവൻ ഒരാൾ അഖ്റജ അവൻ പുറത്താക്കി, നിസ്കാരത്തിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അൻ വഖ്തിഹ അതിൻ്റെ സമയത്തെയും വിട്ടു പുറത്താക്കി, സമയത്ത് നിർവഹിച്ചില്ല. ളുഹ്ർ നിസ്കാരം അസർ ബാങ്ക് കൊടുത്തിട്ടും നിസ്കരിച്ചില്ല. അതുപോലെ വഖ്തി ജംഇഹ ആ നിസ്കാരത്തിനെ ജംആക്കുന്ന സമയത്തെ തൊട്ടും പുറത്താക്കി, മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടും നിസ്കരിച്ചില്ല. അപ്പോൾ ളുഹ്റാണ് നിസ്കരിക്കുക, ളുഹ്റിന്റെ സമയമുണ്ട് അസർ വരെ, അതും നിസ്കരിച്ചില്ല. അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ സമയമായിട്ടും നിസ്കരിച്ചില്ല.
ഏ കസലൻ മടി കാണിച്ചുകൊണ്ട്, കസലൻ മടി കാണിച്ചുകൊണ്ട്. എന്നാൽ കുത്തില അവൻ കൊല്ലപ്പെടണം. ഹദ്ദൻ ഹദ്ദായിട്ട് ശിക്ഷയായിട്ട് അവനെ കൊല്ലണം. ലാ കുഫ്രൻ കുഫ്റിന്റെ പേരിലല്ല, ഇസ്ലാം ഒന്ന് പുറത്തു പോയതിന്റെ പേരിലല്ല. ഫയുഗ്സലു അവനെ കുളിപ്പിക്കണം. ആരാ ഈ രണ്ടാമത്തെ കേസിലുള്ള അവിടെ കേട്ടോ, ആദ്യത്തോനല്ല. അവനെ കുളിപ്പിക്കണം. വയുസല്ല അലൈഹി അവന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയും വേണം. യുസല്ല അലൈഹി അവന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കണം. വയുദ്ഫനു അവനെ മറവ് ചെയ്യണം. ഫി മഖാബിരിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ, മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് അവനെ മറവ് ചെയ്യുകയും വേണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ കൊല്ലണം എന്ന് പറയുമ്പോൾ ഒരു ക്രൂരത ഉണ്ടോ എന്നൊരു തോന്നല് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും. അതിപ്പോ നമ്മളൊരു നിയമം പറയണ പോലെയാണ് അല്ലേ? ആ അതെ, അത് നിയമം പറഞ്ഞ് വെക്കണ പോലെയാണ്. ഒരാൾ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അതിന് ഫൈൻ ഈടാക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അതെന്താ വെച്ചാൽ അപകടം വരാതിരിക്കാനുള്ളതാണ്. അപ്പൊ അപകടം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി മറിയണതല്ല ഇസ്ലാമിൽ വലിയൊരു അപകടം. ഒരു കാലൊടിയണതോ കയ്യുമ്മയും കാൽമയും മുറിയാകണതോ ഒരു ആക്സിഡന്റ് പറ്റുന്നതോ ഒന്നല്ല ഇസ്ലാമിൽ വലിയ അപകടം. മുസ്ലിമീങ്ങൾ വലിയ അപകടമായി കാണുന്നത് വിശ്വാസമില്ലായ്മയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന് ഈ ശിക്ഷയാണ് എന്ന് പറയുമ്പോൾ പേടിക്കും. പേടിച്ചിട്ടത് ചെയ്യൂല. പേടിയുണ്ടെങ്കിലേ ആളുകൾ നേരാവും അല്ലെ? ഇപ്പോ നമ്മുടെ കേരളത്തിലുള്ള പോലെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒന്നും അവിടെ നടക്കാത്ത എന്തുകൊണ്ടാ? അവിടെ ഒരു ദിവസം പണിമുടക്ക്, ഒരു ദിവസം ഭാരത ബന്ദ് പറഞ്ഞ പോലെ ഒരു ദിവസം സൗദി ബന്ദ്, ഒരു ഗവൺമെന്റിനെതിരെ ഒരു പ്രതിഷേധ ധർണ, സൽമാൻ രാജാവിനെതിരെ ഒരു പ്രതിഷേധം നടന്നത് ഓർമ്മ ഉണ്ടാവും. പിന്നെ പുറം ലോകം കാണണമെങ്കിൽ പ്രയാസമായിരിക്കും. അപ്പൊ ഓരോ നാട്ടിലും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. എല്ലാ രാജ്യത്തെയും നമ്മൾ ബഹുമാനിക്കുക. ഇന്ത്യയിലിപ്പോ ഇങ്ങനെ നിയമമുണ്ട്, അത് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ മറ്റു രാജ്യങ്ങളിൽ ഓരോരുത്തരും ഓരോ നിയമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമം അത് ആദരിക്കണം, ബഹുമാനിക്കണം. അതും അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇപ്പൊ കള്ളു കുടിച്ചാൽ 40 അടി അടിക്കണം. അത് നമ്മളെ ഈ ചുരുളുകൊണ്ടുള്ള അടിയല്ല. ഒരടി കിട്ടിയാൽ പിന്നെ നീക്കൂല, അമ്മാരി അടിയാക്കാരം. ചാട്ടവാറ് കൊണ്ടുള്ള അടിയാ. ആ അതെ, പക്ഷെ അതിനെ എതിർക്കുന്നവരുണ്ടാവും. ഞങ്ങളെ ഇപ്പോ കൊന്നാല് തിരിച്ചു കൊല്ലണം, അതിപ്പോ കുറെ ആളുകൾ അത് വേണം, ശരി തന്നെയാണ്, അങ്ങനെ തന്നെ വേണമെന്ന് കുറെ പറയുന്നുണ്ട്. കുറെ ആളുകൾ പറയുന്നത് ശരി. പക്ഷെ അതെന്താ വെച്ചാൽ കൊന്നാൽ തിരിച്ചു കൊല്ലപ്പെടും. മറ്റൊരാൾക്ക് അപകടം ഉണ്ടാക്കിയാൽ എനിക്കും അപകടം ഉണ്ടാകും, എന്നെ വെറുതെ വിടൂല എന്ന ഒരു രൂപം, ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ അപകടപ്പെടുത്താൻ പോവില്ല, മറ്റൊരാളെ കൊല്ലാൻ പോവില്ല. മറ്റൊരാളെ മുതൽ കട്ടെടുത്താൽ കൈ മുറിക്കും എന്നുണ്ടെങ്കിൽ കൈ പോകുന്നത് ഭയങ്കര പേടിയാണ്, ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടാവും, എന്നാലൊക്കെ എന്താവില്ല, അതിന് പോവില്ല. അങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്തരത്തില് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതുപോലെ മതവിശ്വാസത്തിനും ബുദ്ധിക്കും സംരക്ഷണം കൊടുക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇസ്ലാം പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ബുദ്ധി, അതാണ് കള്ളുടിക്കരുത് പറയുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധിക്ക് സംരക്ഷണം കൊടുത്തോണ്ടാണ്. ഒരു മന്ദബുദ്ധിയായ ഒരാളെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമോ, വാർഡ് മെമ്പർ ആക്കുമോ? ഇല്ലല്ലോ. പോട്ടെ, നമ്മൾ വണ്ടി ഓടിക്കാൻ കൊടുക്കുമോ? ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ വണ്ടി ഓടിക്കാൻ കൊടുക്കുക. അതുപോലെ തന്നെ അല്ലേ ഈ ബുദ്ധി ഇല്ലാതെ ആക്കുന്ന സാധനമല്ലേ ലഹരി. അപ്പൊ പിന്നെ അതിനെ എന്ത് ചെയ്തു? അതുപോലെ മറ്റൊരാൾക്കെതിരെ ആരോപണം പറയാം, അതാ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാല്
ജീവന്, സ്വത്തിന്, സമ്പത്തിന്, അതുപോലെ ബുദ്ധിക്ക്, അഭിമാനത്തിന്, മതവിശ്വാസത്തിന്, ഇങ്ങനെ 6 കാര്യത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. ജീവന് സംരക്ഷണം കൊടുക്കുന്ന എങ്ങനെയാണ്? മറ്റൊരാളെ കൊന്ന എന്നെയും കൊല്ലും, എൻ്റെ ജീവിതം പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലൂല, അപ്പോൾ ജീവന് സംരക്ഷണമായി. മതവിശ്വാസത്തിന് പറഞ്ഞാൽ മുർത്തതായാൽ ഞാൻ ജീവൻ പോവും, എന്നെ കൊല്ലും എന്ന പേടിയുണ്ടെങ്കിൽ അവന് മതത്തെ സംരക്ഷിക്കുകയാണത്. മതം സംരക്ഷിച്ചിട്ടെങ്കിൽ അവന് നാളെ പരലോകത്ത് ശാശ്വതമായ നരകാണ്. അപ്പം പിന്നെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് തലവെട്ടുന്നുള്ള പേടിപ്പിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നാളെ അവനക്ക് എന്താ പറയുക, അനന്തമായ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. പിന്നെ മറ്റൊരാളെ ഇല്ലാത്ത കേസ് ആരോപണം പറഞ്ഞാൽ, വ്യഭിചാരോപണം നടത്തിയാൽ 80 അടി അടിക്കും എന്ന് പറഞ്ഞാൽ അതിന് നിൽക്കൂല, അഭിമാനം സംരക്ഷിക്കും. സമ്പത്തിന് മോഷണം നടത്തിയാൽ, അതുപോലെ കൈ മുറിക്കുന്നുണ്ടെങ്കിൽ അതിനും നിൽക്കൂല. അതുപോലെ ബുദ്ധി നശിപ്പിക്കരുത്, 40 അടി കിട്ടും പറഞ്ഞാൽ അതിനും നിൽക്കൂല. അതുപോലെ മറ്റൊരാൾക്ക് കയ്യോ കാലോ നമ്മുടെ കാരണമായിട്ട് ഒടിഞ്ഞാൽ, നമ്മുടെ കയ്യും കാലും ഒടിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും നിൽക്കൂല. അപ്പം ആകെ സന്തോഷമായിരിക്കും, എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അതിനാണ് ഇസ്ലാം ഈ നിയമം വെച്ചത്. അല്ലാതെ മറ്റൊരു പറയണ പോലെ അതെന്താ കൊലപാതകം, കൈ മുറിക്കുക, കാല് മുറിക്കുക, അതുപോലെ ഇത് മുറിക്കുക, കൊല്ലുക, തൂക്കിലേറ്റുക, മറ്റേതാക്കുക, ഇത് ചെയ്യുക എന്നുള്ള നിയമങ്ങളൊന്നുമല്ല. അതൊക്കെ ചെയ്യാതിരിക്കാനാണ്.